ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടിട്ട് ആൾക്കാരുടെ സമയം കളയാനും എന്റെ സമയം കളയാനും ഒക്കെ യൂഷ്വലി ചെയ്യാത്ത ഒരാളാണ്. ഇത് ഇങ്ങോട്ട് ചെയ്യേണ്ടി വന്നൊരു ആവശ്യകത പലരും ഇപ്പൊ ചോദിക്കുന്നുണ്ട്, നിയമപരമായിട്ട് പോവാതെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ഒരാളെ ഇങ്ങനെ അപകീർത്തിപ്പെടുന്ന രീതിയിലൊക്കെ പറയുന്നുള്ളത്. മാർച്ച് 31 ഈ വർഷം മാർച്ച് 31 ഒരു കേസ് ഫയൽ ചെയ്ത ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് FIRലോട്ട് എത്തുമ്പോഴത്തേക്കും കരഞ്ഞ് കാല് പിടിച്ച് FIR മാറ്റിച്ച് എന്റെ അടുത്ത് മാപ്പ് അപേക്ഷിച്ചിട്ട് വീണ്ടും പൈസ തരാന്ന് പറഞ്ഞ പിന്നെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെക്കെതിരെയാണ്. പിന്നെ എനിക്കെതിരെ സൈബർ പ്രൊട്ടക്ഷൻ കൊടുത്തതിന്റെ പേരിൽ ഞാൻ ഇപ്പോ പ്രതികരിക്കുന്ന രീതിയിൽ പ്രതികരിക്കേണ്ടി വരുന്നത്. എത്രയോ ആൾക്കാരെ ഇതേ സെയിം ഫോർമാറ്റിൽ പറ്റിച്ചിട്ട് ആ ഒരു കോൺഫിഡൻസിലായിരിക്കും റോബിൻ രാധാകൃഷ്ണൻ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ റോബിൻ ഒരു കാര്യം ഓർത്തു, എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ഞങ്ങള് പുറത്തോട്ട് വന്ന് ഈ കാര്യം പറഞ്ഞത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ കൊണ്ടല്ല, എന്തെങ്കിലും ഭാവി കരിയർ തകർക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ചെയ്യുന്ന ഈ മോഡ് ഓഫ് ഓപ്പറേഷൻ, ഇതുപോലെ ചതിക്കുന്ന ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ, അത് പുറത്തോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ അടുത്തൊരാളെ നിങ്ങൾ ചതിക്കാതിരിക്കുകയുള്ളൂ. അതാണ് എന്റെ പ്രൈമറി ആയിട്ടുള്ള എയിം. അതുകൊണ്ട് ഞാനിതൊന്നും പിന്നോട്ട് പോകത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ അമ്മ മരിച്ചൊരു സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടാക്കാനായിട്ട് എങ്ങനെ എനിക്ക് സാധിക്കും? എനിക്ക് കണ്ണുചോരയിലെയും മനസാക്ഷിയില്ലെന്ന്. കണ്ണുചോരയും മനസാക്ഷിയും കുറച്ച് കൂടിപ്പോയതെയാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പറയുന്ന അബിലിന്റെയൊക്കെ അമ്മ കഴിഞ്ഞ വർഷം ആക്സിഡന്റിൽ മരിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഫണ്ട് ഇപ്പൊ കൊടുക്കാൻ ഒരാള് ഇപ്പൊ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അബിലിന്റെ ആരോ മരിച്ചത് കൊണ്ടാണ് അബിന് പൈസ കൊടുക്കാഞ്ഞതെന്നും അതുകൊണ്ട് ആ ആൾക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു കാരണം കാണിച്ചിരിക്കുന്നുണ്ടു. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, അബിലിന്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡന്റൽ ഡെത്ത് ആയിരുന്നു ഉണ്ടായിരുന്നെ. ആള് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ബാക്ക് ടു ബാക്ക് വിളിച്ച് ഇത് ചെയ്തോണ്ടേ ഇരുന്നപ്പോ, ശല്യം ചെയ്തോണ്ടേ ഇരുന്നപ്പോഴത്തേക്കും ഞാനായിരുന്നു ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, ഒന്ന് വെയിറ്റ് ചെയ്യൂ, അത്രയും ക്രിട്ടിക്കൽ ആണ് എന്നുള്ള മെസ്സേജ് ഞാനതിപ്പോ ഇവിടെ ഇട്ടേക്കാം. ആ മെസ്സേജസ് ഒക്കെ അപ്രകാരം. അപ്പോ റോബിന് ഭയങ്കര സ്നേഹമായിരുന്നു. എന്ന് വെച്ചാൽ അയ്യോ അങ്ങോട്ട് വരട്ടെ, ആന്റിയെ കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് വരട്ടെ. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഇതിലല്ല, പക്ഷെ ഒന്ന് മനസ്സിലാക്കൂ, നിങ്ങൾ പൈസ ചോദിച്ച് വിളിച്ചോണ്ടിരിക്കുന്നത്, പൈസ എന്തിനാ കടം ചോദിച്ച് വിളിക്കുന്നത്? ഞങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള അങ്ങനെ എന്തെങ്കിലുമല്ല, പൈസ തിരിച്ചു കൊടുക്കാനുള്ള പൈസ കിട്ടാനുള്ള പൈസക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ ഹോസ്പിറ്റലാണെന്നോ അതിന്റെ ഒരു ക്ഷമ കാണിക്കണോ എന്നുള്ളത് പുള്ളിക്കില്ല. ഓക്കെ ഫൈൻ, അത് കഴിഞ്ഞു. ആ മരിച്ച അമ്മയെ കുറിച്ചാണ്, ആന്റിയെ കുറിച്ചാണ് ഈ അടുത്ത് സ്വന്തം മാതാവ് മരണപ്പെട്ട മാതാവിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മാതാവിന്റെ വിയോഗത്തിൽ ഒത്തിരി ദുഃഖിക്കുകയും ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന റോബിൻ രാധാകൃഷ്ണൻ ഈ ഒരു സൗണ്ട് ക്ലിപ്പ് പറയുന്നത്, ആ അബിലിന്റെ അമ്മ മരിച്ചുപോയ അമ്മയെ കുറിച്ച് ഈ ഒരു സൗണ്ട് ക്ലിപ്പ് പറയുന്നത്. അപ്പോ ഒന്ന് കേട്ടു നോക്കൂ. അപ്പോ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും എന്തിന്റെ ബേസിസിലാണ് ആൾക്ക് അമ്മ മരിച്ചു എന്നുള്ളൊരു കൺസിഡറേഷൻ, പിന്നെ അമ്മ മരിച്ച് 41 തികയുന്ന സമയം വരെ ഒരു രീതിയിലും ഒരു കാര്യത്തിലും ഇറങ്ങിയിട്ട് ആളെ ബുദ്ധിമുട്ടിക്കണമെന്നോ അല്ലെങ്കിൽ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നോ ഞാൻ കരുതിയിട്ടില്ല. പക്ഷെ അതിന്റെ ഇടയ്ക്കാണ് മരിച്ചിട്ടൊരു 1-2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള സമയത്തിന്റെ ഇടയ്ക്കാണ് ആളിറങ്ങി സൈബർ കൊട്ടേഷൻ കൊടുത്ത് ഇതിപ്പോ വേറൊരു നറേറ്റീവ് ആക്കണം, പൈസ തിരിച്ചു തരണം എന്നുള്ളൊരു കാര്യം അതിലോട്ട് എത്തിക്കാതെ വേറൊരു നറേറ്റീവ് ആക്കണം. ഇന്നലെ കണക്കിന് പേപ്പറുമായിട്ട് വന്നില്ലേ, എടുത്ത് വെക്ക്, എന്തിനാ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്, എടുത്ത് അതുകൂടെ എടുത്ത് പബ്ലിഷ് ചെയ്യുക. പൈസ വാങ്ങിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ എല്ലാം അക്കൗണ്ട് ത്രൂ ആണ്, അതെല്ലാം അക്കൗണ്ട് ത്രൂ ഉള്ളതും കൂടെ കാണിച്ചു കൊടുക്ക്. എന്താണ് ഇങ്ങനെ പ്രഹസനം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് കാര്യത്തിനാണ്?